ബ്രിട്ടീഷ് ഭരണസ്ഥിര കേന്ദ്രത്തിലെ അതിരഹസ്യ വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈന ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ ബ്രിട്ടീഷ് രാഷ്ട്രീയം പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ്. അതീവ പ്രാധാന്യമുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറി ചൈന വിലപ്പെട്ട വിവരങ്ങൾ കൈവശപ്പെടുത്തിയത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈനീസ് സമ്പത്തിന് രാജ്യസുരക്ഷയേക്കാൾ മുൻതൂക്കം നൽകിയ ഭരണകൂടത്തിന്റെ ദീർഘകാല നയമാണ് ഈ ദുരന്തത്തിന് വഴിയൊരുക്കിയത്. വിവിധ സർക്കാർ വകുപ്പുകൾക്കിടയിൽ വിവരങ്ങൾ കൈമാറാനുള്ള ഡാറ്റ ഹബ്ബ് നിയന്ത്രിക്കുന്ന ഒരു കമ്പനി ഒരു ചൈനീസ് കമ്പനി വാങ്ങിയതോടെയാണ് ഈ ചോർച്ച സാധ്യമായതെന്നാണ് റിപ്പോർട്ട്. അതീവ രഹസ്യമായ പ്രോജക്റ്റുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയെ ഏറ്റെടുക്കാൻ ചൈനയ്ക്ക് അനുമതി നൽകിയ ബ്രിട്ടീഷ് സർക്കാരിന്റെ തീരുമാനം ഗുരുതരമായ ദേശീയ സുരക്ഷാ ലംഘനമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം നിർണായകമായ ഒരു കരാറിന് എങ്ങനെ അനുമതി ലഭിച്ചു എന്ന ചോദ്യം രാഷ്ട്രീയ രംഗത്ത് വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിലെ മുൻ ഉദ്യോഗസ്ഥനും മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണിന്റെ മുഖ്യ ഉപദേഷ്ടാവുമായിരുന്ന ഡൊമിനിക് കമ്മിങ്സ് ആണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. അതീവ പ്രാധാന്യമുള്ളതും ക്ലാസിഫൈഡ് ചെയ്തതുമായ സുരക്ഷാ വിവരങ്ങൾ ഉൾപ്പെടെ ചൈന വ്യാപകമായി ശേഖരിച്ചതായി അദ്ദേഹം ആരോപിക്കുന്നു. കമ്മിങ്സിന്റെ വാക്കുകൾ ബ്രിട്ടീഷ് ഇന്റലിജൻസ് സംവിധാനത്തിന്റെ കാര്യക്ഷമതയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുൻഗണനകളെയും സംശയത്തിന്റെ നിഴലാക്കുന്നു. ഒരു പതിറ്റാണ്ടിലേറെ രാജ്യസുരക്ഷയേക്കാൾ ഉപരിയായി ചൈനീസ് സമ്പത്തിന് മുൻതൂക്കം നൽകുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ മനോഭാവമാണ് ഈ വിവരങ്ങൾ പുറത്തറിയാതെ പോയതിന്റെ കാരണമെന്നും കമ്മിങ്സ് ആരോപിക്കുന്നു.